നിങ്ങളിപ്പോൾ റിഫായി മാലനെ തള്ളി എവിടെത്തിങ്ങൾ മുജാഹിദീങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര അഭിനന്ദനങ്ങളാണ്. അപ്പോൾ ഭയങ്കര അഭിനന്ദനം. അൻസാരി സുഹരി മുജാഹിദ് എടുക്കുന്ന പണിയെടുക്കുന്നു, അഭിനന്ദനങ്ങൾ, ഭയങ്കര അഭിനന്ദനം. എന്ന് കായക്കൊടിന്റെ പ്രസംഗം വെച്ച് മുജാഹിദ് പുറത്തിറക്കി ഒരു ക്ലിപ്പുണ്ടോളി. പോലെയുള്ള ആളുകൾ ഇത് പാടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഈ ആളുകൾ പറയുന്നത് എന്നാ പിന്നെ ഞങ്ങൾ കുത്തി തിന്നാൻ പോവാണെന്നാണ്. കേട്ടോളൂ നിങ്ങൾ അതിലൊരു പാട്ട്. വേണ്ടി വന്നാലിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ ഉന്നതരാം കേമമലായിക്ക പിൻഗുരുവാക്കും. കേൾക്കുമ്പോ അസ്വസ്ഥതയുണ്ടോ? തോന്നുന്നുണ്ട് കുഞ്ഞാമേ, സമാധാനക്കുറവുണ്ടോ? തോന്നുന്നുണ്ട്, തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തോന്നിയേ പറ്റൂ. എന്താണ് കുഞ്ഞാമേ ഈ പാടുന്നത്? ഇത് ആരുടെ വാദമാണ്? ഇബ്ലീസിനെ വരെ നന്നാക്കി മലക്കരുടെ ഉസ്താദാക്കുന്ന പറഞ്ഞത് ആരാ മടവൂര്? വേണ്ടി വന്നാൽ ജിന്ന് വരെ എന്ത് ചെയ്യും? ഇബ്ലീസ് വരെ ഈ ശൈഖിന്റെ CM മടവൂരിന്റെ കൊടിയെടുത്ത് നടക്കും എന്ന് മാത്രമല്ല മൂപ്പരെ പഴയ മാതിരിയാക്കുകയും ചെയ്യും. എവിടെ? സ്വർഗത്തിൽ നിന്ന് തീ പോരേണ്ടി വന്നാണല്ലോ, അവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയ അവസ്ഥയിൽ വേണമെങ്കിൽ ആര് ആക്കും? CM മടവൂരാക്കും താൻ. അപ്പൊ മൂല്യന്മാരെല്ലാരും അളകി. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? അത് തെറ്റല്ലേ? അത് ദീനിനെതിരല്ലേ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെയാണ്. എന്നാൽ ഇത് പറയാത്ത ഏത് മാലയാ ഉള്ളത്? മൊഹീദി മാലയിൽ അത് പറഞ്ഞിട്ടില്ലേ? റിഫായി മാലയിൽ അത് പറഞ്ഞിട്ടില്ലേ? ഇത് മുസ്തഫൽ ഫൈസി എഴുതിയ തൊപ്പിയിട്ട് അവിടെ അപ്പുറത്തേക്കാൻ ഉടുപ്പില്ലല്ലോ ചങ്ങായിക്ക്. ഒരു ഓൻ ചോദിക്ക പ്രശ്നമില്ലാതിരിക്കും. അനക്ക് പ്രശ്നമുണ്ട്. കാരണം എന്താ അറിയോ? ഹൃദയം മുഴുവനും ബിദ്അത്ത് കുത്തി നിറച്ചതാ. ദിക്റിനെ പരിഹസിച്ച നാവല്ലേ. കടം വീടാൻ വേണ്ടി ഒക്കെ തൊയ്ർ ഉസ്താദ് വളരെ അതിശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഒറ്റ വാക്ക്, റിഫായി മാലയും മുഹിയുദ്ദീൻ മാലയും അതുപോലെയുള്ള ഹദീസിന്റെ കിതാബും മാറ്റിവെക്കാതെ ഇതിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. റിഫായി ശൈഖ പറഞ്ഞ അവ്വൽ മഖാമിൽ നിന്നെ ഞാൻ എത്തിക്കാം. എന്താ അവിടെ പറയുന്നത്? നിങ്ങള് ഓല അധികാര പറയുന്നത്. അത്രയും അധികാരം അവർക്കുണ്ട്. ഓ നന്നാകണേ ഓന് വേറെ തൗഫീഖ് കൊടുക്കണം. അതിന് എനിക്ക് കഴിയുന്ന പറയുന്നത്. അത് മൂസാ നബി പറഞ്ഞതാ. വാ, തൗറാത്തിന് പോയപ്പോ പറഞ്ഞില്ലേ, പോയി സുജൂദ് ചെയ്യടാ, ഞാണ്ട് നന്നാക്കി ഞാൻ തരാൻ. നൂഹ് നബി പറഞ്ഞില്ലേ, തൗബ ചെയ്യ്. അല്ലെന്നെ പറഞ്ഞു തൗബത്തുഹു, അവന്റെ തൗബ ആദം നബിയുടെ ഖബറിൽ സുജൂദ് ചെയ്യലാണ്. തൗബണ്ട്. അല്ലെങ്കിലും ആദം നബിക്ക് സുജൂദ് ചെയ്യാ അല്ല പറയാ, സുജൂദ് ചെയ്യടോ. അപ്പൊ ബന് കയ്യൂലല്ലോ, ബലവാദല്ലേ, മുഹാലാണ് എന്ന് പറഞ്ഞ അസംഭവ്യമാണ്. ഇബ്ലീസ് നന്നാവലും മുസ്ലിം ആവലും അസംഭവ്യം, ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അല്ല പറയാ സുജൂദ് ചെയ്യടാ. ഇബ്ലീസ് അങ്ങനെ എന്നോട് പറഞ്ഞ കാര്യം മുഹാലല്ലേ, അസംഭവ്യല്ലേ. ഇപ്പൊ കാലില്ലാത്ത ഒരാളോട് എഴുന്നേൽക്കടാ, എനിക്ക് കഴിയൂലല്ലോ. ഇബ്ലീസ് ബലക്കാളും പോതല്ല ആളോ. അവൻ പറഞ്ഞു അന ഖൈറും, ഞാൻ ഓനേക്കാൾ ആദം നബിയേക്കാൾ ഖൈറാനാ മറുപടി പറഞ്ഞ്. നമ്മൾ വരെ വിടുവോ? തെളിവുകൾ ഒന്നിന് പിന്നിൽ ഒന്നായി കൊണ്ടുവന്നു, ഖണ്ഡനങ്ങൾ മാറി മാറി വന്നു. അവസാനം കഴിഞ്ഞ ദിവസം നമ്മളത് ശരിക്ക് പൊളിച്ച് കയ്യിൽ കൊടുത്തപ്പോ ഒരു മൗലവി വന്നിരുന്നു നമ്മളോട് മുട്ടാൻ. അയാൾ നിർത്തിവെച്ച് പോയി മാളത്തിൽ ഒളിച്ചതാണ്. ഞാൻ പറഞ്ഞു ഏത് മാളത്തിൽ ഒളിച്ചാലും പിടിച്ചു ഞങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് മശായിഖിന്റെ മദദിൽ ഞങ്ങൾ പറഞ്ഞാൽ പുറത്തു വരലല്ലാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ല. അയാൾ ഇന്ന് വന്നിട്ട് പ്രസംഗിച്ചതിൽ എനിക്കറിയാം അടുത്ത പോയിന്റ് അയാൾ പറയേണ്ടത് എന്താണ് എന്ന്. കാരണം ആ പോയിന്റാണ് നമുക്ക് കിട്ടേണ്ട പോയിന്റ്. കാരണം കിതാബ് നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ട്. ശറഹുൽ അഖായിദിന്റെ പോലെയുള്ള വിശദീകരണ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ ആ പോയിന്റ് വായിച്ചു വെച്ചിരുന്നു. എന്താണത്? ബലിത്തഹ്ഖീഖു അല്ലാ യുഅദ്ദ ഹാദൽ ഖിസ്മു മിമ്മാ ലാ യുതാഖ്. അതെ, ഇബ്ലീസ് അടക്കമുള്ളവർ മുസ്ലിം ആവുക എന്നത് നടക്കുന്ന സംഭവമാണ്. നടക്കാത്തതായി അതിനെ എണ്ണാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞ കിതാബിന്റെ ഭാഗം കട്ടിട്ടാണ് അയാൾ മുങ്ങിയിരുന്നത്. പിടിച്ചുകൊണ്ടുവന്നു. ഇന്നയാൾ വായിച്ചു. അത് വായിച്ചതോടെ ഇത്രയും കാലം ഇവർ പറഞ്ഞത് കള്ളത്തരമാണെന്നും നമ്മൾ പറഞ്ഞതാണ് കിതാബിലുള്ളതെന്നും വളരെ പച്ചയായി ഇനി ഒരു മറുപടിയും പറയണ്ട. ഷഹറാനി ഇമാമിന്റെ കിതാബ് എടുത്തു,
ഗണ്ണിച്ചു നമ്മൾ തുഹ്ഫ വായിച്ചു, റാസി വായിച്ചു, ജമ്മു വായിച്ചു, ശറഉൽ അഖായിദ് വായിച്ചു. ഈ വായിച്ചതൊക്കെയും ഇവർക്ക് തിരിയാതെ നട്ടം തിരിഞ്ഞതാണ്. ഇത് സാധ്യമാകുന്ന കാര്യമാണ് എന്നാണ് കിതാബിലുള്ളത് എന്ന് വായിക്കുന്ന രംഗം അൽഹംദുലില്ലാഹ് നമ്മൾ മശായിഖിന്റെ മടിത്തട്ടിൽ അവര് തന്ന ഊർജം കൊണ്ട് നമ്മൾ നേരിട്ടപ്പോ നമ്മുടെ മുമ്പിൽ വന്ന് ആയുധം വെച്ച് കീഴടങ്ങുന്ന രംഗമാണ് ഇന്ന് കാണിക്കാനുള്ളത്. അയാള് തന്നെ പറയുകയാണത് സാധ്യമാണ്. സാധ്യമാകാത്തതിൽ അതിനെ എണ്ണാൻ പാടില്ല. ഇത് കിതാബിലുള്ളതാണ്. കഴിഞ്ഞില്ലേ? അതാ അതിന്റെ ആവശ്യമുള്ളൂ. അയാൾ തന്നെ വായിച്ചോട്ടെ. അൽപായുസേ ഉള്ളൂ എന്ന് അവനും അറിയാം. എങ്കിലും ഒന്ന് പിടിച്ചു തൂങ്ങാം തൽക്കാലത്തേക്ക്. എന്താ പറഞ്ഞത്? ബലി തഹ്ഖീഖു എന്നല്ല, തഹ്ഖീഖ് അല്ലാ യുഅദ്ദ ഹാദൽ ഖിസ്മു. ഈ മൂന്നാമത് പറഞ്ഞ കിസ്മിനെ എണ്ണാതിരിക്കലാണ് മിമ്മ ലാ യുതാഖു. കഴിവില്ലാത്ത ഒന്നിൽ പെട്ടതായി എണ്ണാതിരിക്കുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ അവർക്കതിന് കഴിവുണ്ടോ കഴിവില്ലേ? കഴിവുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. അതാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിവുണ്ട് എന്നതിലാണ് അതിലെ എണ്ണേണ്ടത്. അതല്ലേ ഞങ്ങൾ ഇത്ര കാലം ചങ്ങായി എന്നോട് വഴുതു പറഞ്ഞ് അവർക്ക് കഴിയും, പക്ഷേ തൗഫീഖില്ല. തൗഫീഖ് ഉണ്ടാകണമെങ്കിൽ സ്പെഷ്യൽ ഇടപെടൽ വേണം. അതിന്റെ പേരാണ് മുഹാലുലിൽ ഗൈർ. ഇപ്പൊ ശരിയായില്ലേ? മിമ്മാലായു. ഇതല്ലേ ഇതിനിപ്പോ എത്ര ഒച്ചപ്പാടുണ്ടാക്കണം? അതാണ് വായിച്ചാ പോരെ. അതാണ് വായിച്ചാ പോരെ, വളരെ കൃത്യമായി. അപ്പൊ അത് കഴിയും. ഇത് അതാ പറഞ്ഞ അവിടുന്ന് നിങ്ങൾ ലാസ്റ്റ് വെച്ച് ഒളിച്ചോടുവാണ് അവനെ. അതിന് ബാക്കി വായിച്ചാൽ അത് തീരുമാനമായി. അവിടുന്ന് ഒറ്റ മുങ്ങല വിടോ നമ്മള് പിടിച്ചുകൊണ്ട് വന്ന് വായിക്കുക. അത് വായിച്ച് ഇനി ഒന്നുകൂടി വായിക്കുന്നുണ്ട്, കേട്ടോളൂ. അത് അസംഭവ്യമല്ല, മുഹാലല്ല എന്നതാണ് സത്യം. ഇനി മുഹാലാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മജാസ് എന്ന നിലക്ക് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ മുഹാലല്ല. അതിന്റെ പേര് മുഹാലുൽ ഗൈർ എന്നാണ്. അതിന്റെ പേരെന്താണ്? മുഹാലുൽ ഗൈർ. വേറൊന്ന് കാരണമായി മുഹാലായത്. അതിന് മജാസ് എന്നും പറയാം. എന്തുകൊണ്ട്? ഒരാൾക്ക് ഒരാളുടേതായ ഒരു കഴിവുണ്ട്. ഒരു അടിമയ്ക്ക് അള്ളാഹു കൊടുക്കുന്നതാണ്. ആ കഴിവ് അവനിൽ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ മുഹാലെന്ന് നേരിട്ട് പറയാൻ പറ്റില്ല, മജാസായിട്ട് പറയാം. പറഞ്ഞു വരുന്നത് കഴിവ് അടിമക്കുണ്ട്, അതുകൊണ്ട് അസംഭവ്യം എന്നതിന് പറയാൻ പറ്റില്ല. ആരെങ്കിലും പറഞ്ഞാൽ അത് മജാസാണ് എന്ന് പറഞ്ഞാൽ അത് സ്പെഷ്യൽ ഇടപെടൽ വന്നാൽ അത് നടക്കുന്ന കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇത് പിടിച്ചു കൊണ്ടുവന്ന് വായിക്കാനുള്ളത് വായിച്ചാൽ വളരെ ക്ലിയർ ആണ്. മാത്രല്ല ഇയാളെ സഹായിക്കാൻ മറ്റേ ചങ്ങായി ഇറങ്ങിയിരുന്നു, കുളത്തിലെ ചങ്ങായി ഉണ്ടല്ലോ, 88 മുങ്ങിയ ഓൻ വന്നിട്ട് ഓനും പറഞ്ഞ് ഇതൊക്കെ സാധ്യമാകുന്നതാണ്. ഇതൊക്കെ ഇനിയിപ്പോ ഇബിലീസ് സമസ്ത നിങ്ങൾക്ക് പേരിട്ടേക്ക്, അതാ ബെസ്റ്റ്. ഞങ്ങളിപ്പോ അത് മുംകിനാന്ന് പറഞ്ഞതല്ലേ പ്രശ്നം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ തെളിവ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാം. ആ വാളക്കുളൊന്ന് വേഗം വായിച്ചു പോ, സമയമില്ല. ആ വായിക്ക്. വാജിബായതാണ്. അപ്പൊ ലിദാത്തിഹി വാജിബായതുകൊണ്ട് ലിഗൈരിഹി വാജിബായതുണ്ട്. അതുപോലെ ലിദാത്തിഹി മുഹാലായതുണ്ട്, ലിഗൈരിഹി മുഹാലായതുണ്ട്. അപ്പൊ ലിഗൈരിഹി മുഹാലായതിന്റെ ഉദാഹരണമാണ് ഇബ്ലീസിന്റെ ഈമാൻ എന്നത്. ഇബ്ലീസ് മുഅ്മിനാവുക എന്നത് ലിദാത്തിഹി നോക്കിയാണെങ്കിൽ അത് മുംകിനാണ്. അതാ ഞങ്ങൾ പരിണങ്ങായി ലിദാത്തിഹി മുംകിനാണ് എന്ന് പറഞ്ഞാൽ സാധ്യമാണ്, നടക്കുന്ന കാര്യമാണ്. അതേ സമയത്ത് അള്ളാഹു അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ഇനി സംഭവിക്കണമെങ്കിൽ സ്പെഷ്യൽ ഇടപെടൽ വേണം. അതല്ലേ ഞങ്ങൾ ഈ വഴു പറയുന്നത്. അതല്ലേ റിഫായി മാലയിൽ പറഞ്ഞത്. അതല്ലേ മൂസാ നബി പറഞ്ഞത്. പിരിച്ചു വിട്ട് പോയടോ അതൊക്കെ ഏടുക്കങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് എവിടെ എത്തിയത് ലാസ്റ്റ് ഒരു പോയിന്റിൽ ഇവരെത്തി. അതായത് മടവൂര് ശൈഖുനെയാണ് തൊടുക. തൊട്ട് ഇവര് നേരെ പോയി ഇന്നത്തെ ഗണ്ണനത്തിൽ അയാൾ പറഞ്ഞു, അള്ളാഹു ഒരു കാര്യം കണക്കാക്കിയാൽ അതിനെ മാറ്റാൻ കഴിയില്ല. ആർക്ക് വരെ? മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങൾക്ക് വരെ മാറ്റാൻ പറ്റില്ലെന്ന കടുത്ത വഹാബിസം ഇവിടെ വന്ന് പറയുമ്പോ പണ്ട് അൽമനാറിൽ എഴുതിയ അതേ ഇബാറത്ത്, അൽമനാർ എന്ന മുജാഹിദിന്റെ പത്രത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് കഴിവില്ലെന്ന് പറയാൻ ഇമാം സോവയുടെ ഇബാറത്ത് കട്ട് രേഖപ്പെടുത്തിയിരുന്നു. അതേ ഇബാറത്ത് വായിച്ച് പറയുന്നു, നോക്കൂ നിങ്ങൾ, എവിടെ എത്തിയവർ, എന്താ ഇവരെ അവസ്ഥ? ഒന്ന് വായിക്കട്ടെ. മിൻ ഹൈസു ഇന്നഹു ലാ ഖുദ്റത ലഹു അലാ തഗ്യീരി മാ ഖദ്ദറല്ലാഹു വുഖൂഅഹു. സംഭവിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ച ഒന്നിന്റെ മേൽ
മാറ്റിമറിക്കാൻ നബിതങ്ങൾക്കൊരു കഴിവുമില്ലാത്തൊരറിവാണ്. ഇത് ഞാൻ പറയുന്നതല്ല, എന്നെ വഹാബിയാക്കണ്ട, ഇത് സ്വാമി ഇമാം പറഞ്ഞതാണ്. ഞാൻ വായിച്ചതിലോ അർത്ഥം പറഞ്ഞതിലോ തെറ്റുണ്ടെങ്കിൽ നിനക്കത് ചൂണ്ടിക്കാണിക്കാം. വായിച്ചതും പറഞ്ഞതും അടിമുടി തെറ്റാണ്. ഹബീബായ തങ്ങൾക്ക് കഴിവില്ലെന്നാ പറഞ്ഞത്. നിന്റെ സ്വന്തം മർക്കസിൽ നിന്നിറക്കിയ കിതാബായത്. ഗൗസുൽ ആലമിനെ കുറിച്ച് പാടിയത് അൻതൽ ഖദീറു അലാ തഗ്യീരി ഖദരി ഇലാഹിൽ ഖൽഖി ലിൽ ഹഖ് ഹഖ്ഖൻ മുഹിയദ്ദീനി. അൻതൽ ഖദീർ, നിങ്ങൾ കഴിവുള്ള ആളാണ്. അലാ തഗ്യീരി ഖദരി ഇലാഹിൽ ഖൽഖി, അല്ലാഹു ആകുന്ന റബ്ബിന്റെ തീരുമാനത്തെ മാറ്റാൻ വരെ മുഹിയദ്ദീൻ ശൈഖിന് കഴിയുമെന്ന് മർക്കസിൽ നിന്നിറങ്ങിയ മൗലിദിൽ പറയുമ്പോ ആ മുഹിയദ്ദീൻ ശൈഖ് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കെല്ലാം കിട്ടാനുള്ള കാരണം ജദ്ദീ മുസ്തഫ, എന്റെ ജദ്ദ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബാണത്. അല്ല കണക്കാക്കിയ ഒരു കാര്യം മാറ്റണമെന്ന് അവിടുന്ന് വിചാരിച്ചാൽ അല്ല മാറ്റിക്കൊടുക്കൂല എന്ന് പറയാൻ നിനക്ക് ഒരൊറ്റ ഇബാറത്തിന്റെയും പിന്തുണയില്ല. കഠിന വഹാബിയായില്ലേ ഇവർ? എവിടേക്കാണ് നിങ്ങൾ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? മുഹിയദ്ദീൻ ശൈഖിനെ കുറിച്ച് പറഞ്ഞത് തെറ്റാണോ? സ്വാമി വായിക്ക, വഹാബി വായിച്ച പോലെ ലാ അംലിക്കു എന്നുള്ള ആയത്തിന്റെ തഫ്സീർ. എങ്ങനെ ഇവരിങ്ങനെ കേടരാതിരിക്കുക? ഹബീബായ തങ്ങളെ കുറിച്ച് വലിയ ആള് പറഞ്ഞ മറ്റേതല്ലേ, അത് കേൾപ്പിച്ചു കൊടുക്ക്. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരെടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല, അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബിതങ്ങളോട് പറയാണ്, ഓ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങളെ കുറിച്ച് പറഞ്ഞത് ഒന്നിനും കഴിയാത്ത വാപ്പ ആ അവശനായ വാപ്പയോട് പറയും. ഇതല്ലേ കുട്ടികൾ കേട്ട് പഠിക്കണ്, അതാ മറ്റോ കൊണ്ട് ഇബാർത്ത് വായിക്കണ്. അള്ളൊരു കാര്യം തീരുമാനിച്ചാൽ അത് മാറ്റാൻ മുത്തു റസൂലിന് കഴിയൂല. മുത്തു റസൂൽ അള്ളാന്റെ മെഹബൂബാണോ? മാറ്റാൻ ഒരു സൂചന കൊടുത്താൽ ആ സെക്കൻഡിൽ അള്ളാഹു മാറ്റും. അള്ളയും അള്ളാന്റെ ഹബീബും തമ്മിൽ അത്രയും ബന്ധമാണ്. മടവൂര് ശൈഖിനെ കുറിച്ചുള്ള പാട്ടിനെ ചോദ്യം ചെയ്ത് അതെത്തിയതെവിടെ? മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് ഇവിടെ സുന്നത്ത് ജമാഅത്ത് പറയുന്ന ആശയം പാടത്തള്ളി നേരെ നെസ്സായിട്ട് വന്ന് പറയാ, ലൗഹുൽ മഹ്ഫൂദ് മാറ്റാൻ ഔലിയാക്കൾക്ക് കഴിയൂല. എന്താ AP സമസ്തക്കാരെ, ആ KNM പോലും നിങ്ങൾ എടുക്കുവോ? വായിക്കണോക്ക്, കിതാബ് വെച്ച് വായിക്ക. ഇവൻ കിതാബ് വായിക്കണത് ബാലുശ്ശേരി ഖുർആൻ വായിക്കണായില്ല. ഒരു ബന്ധവുമില്ല. ഒരു ഇമാമും അങ്ങനെ പറയില്ല. എന്താണ് ആ പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ല. വായിക്കണോക്ക്. ഇതിന്റെയൊക്കെ താഴെയാണ് എന്നിട്ട് പറയാൻ ലി അന്നല്ലദി കതബ ഫിൽ ലൗഹിൽ മഹ്ഫൂദി, ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിരിക്കുന്ന ഒന്ന് ലാ യുതബദ്ദലു, അത് മായ്ക്കാൻ പറ്റില്ല. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിരിക്കുന്ന ഒന്ന് അത് പിന്നെ മായ്ക്കാൻ പറ്റില്ല. കിതാബ് എങ്ങനെയാണ്? മുറി മൊയിലാക്കും അറിയാം. മുറി മൗലവി ആളെ കൊല്ലുന്നു പറഞ്ഞായിരിക്കാം. എവിടെയെങ്കിലും ലായുത്തബദ്ദൽ കണ്ട് എന്താണ് അതിന്റെ ബാക്കിയിലുള്ളത്? എന്താ ഷാരാൻ ഇമാം പറഞ്ഞത്? എന്താണ് അതിന്റെ വ്യാഖ്യാനം? ജമ്മുൽ ജവാമി വായിച്ചായി തന്നെ ഒരു മുഹാൽ എന്ന് കണ്ട് വായിച്ചു വന്നാളും ഞാൻ ഇപ്പൊ അതിനൊരു മറുപടിയും പറയുന്നില്ല. ഒറ്റ വാക്ക് പറഞ്ഞേക്കാം, ലൗഹുൽ മഹ്ഫൂദ്. ആ മടവൂർ ശൈഖുനാന്റെ മൗലിദ് ഇറക്കി അതന്നെ, അൽ മൗലിദുൻ നൂരി. ഇതിലാണ് പറഞ്ഞത്. ഇത് മാത്രം വായിച്ചാ പോരെ നിങ്ങളെ കഥ കഴിയാൻ. ഇതിന്റെ 103-ാമത്തെ പേജ്, അതിലതാ അന്ന ഖില്ലഹു അബ്ദുൽ ഖാദിർ ദൽ ഇർഫാൻ, ഔലിയാക്കളിൽ പ്രധാനിയായ അബ്ദുൽ ഖാദിർ എന്ന ആള് വന്നിട്ട് പറയാണ്, അന്നബിനി മിന്നൽ ബുഖുമാൻ. മർക്കസിൽ നിന്ന് ഇറങ്ങിയ മൗലിദ, AP ഉസ്താദ് അവതാരിക എഴുതിയതാ. അതിൽ കാണാ എന്റെ മോഹൻ സംസാരിക്കൂല. അപ്പൊ ശൈഖവറുകൾ പറഞ്ഞു, ലാ യതകല്ലം, ഈ കുട്ടി സംസാരിക്കൂല. അലാ മാ ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയതാണ് ഈ കുട്ടി സംസാരിക്കൂല. അപ്പോ ഈ വന്ന വലിയ പറയാ, ഖദ് റഅയ്തുഹു ഐളാ, അത് ഞാനും കണ്ടിട്ടുണ്ട്. വഇന്നമാ അർജു മിൻക ഹല്ലൻ വറാ അൽ ലൗഹിൽ മുസ്താൻ, ആ ലൗഹിനെ വരെ മാറ്റാൻ കെൽപ്പുള്ള നേതാവല്ലേ അങ്ങ്.
അതുകൊണ്ട് നിങ്ങൾ മാറ്റണമെന്നാണ് എൻ്റെ ഉദ്ദേശം. സുമ്മസ്തൻത്വഖൽ ഗൗസുൽ അബ്കം, സംസാരിക്കാൻ പറഞ്ഞു. ഫഅവ്വലു കലിമത്തിഹി അശ്ശഹാദതാൻ, ഷഹാദത്ത് കലിമയില്ലേ. ഇനി ഞങ്ങളൊന്നും പറഞ്ഞിട്ട് തീരണില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ലാസ്റ്റ് എത്തിപ്പെട്ട ലൗഹുൽ മഹ്ഫൂദ് മാറ്റാൻ പറ്റൂല എന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ ആളുകൾ തന്നെ അത് പറയുന്നുണ്ട്. വിളിക്ക് പകരം ഉസ്താദ് പറയട്ടെ, കേട്ടോളൂ. പകരം ഉസ്താദ് അത് കൃത്യമായി പറഞ്ഞിരുന്നു. നോക്കി പറഞ്ഞിരുന്ന ആളാണ് അബ്ദുൽ ഖാദർ മുസ്ലിയാരെ, നിങ്ങളെ മകൻ സംസാരിക്കുകയില്ല എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അല്ലാഹ് ഇത് പറഞ്ഞപ്പോൾ ഖാദർ മുസ്ലിയാര് പറയുന്നു, അത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ ആരാ അബ്ദുൽ ഖാദർ? അത് ഞാനും കണ്ടിട്ടുണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത്. പക്ഷെ അതിന്റെ അപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വന്നത്. ലൗഹുൽ മഹ്ഫൂദിലുള്ളത് മുബ്രമായ ഖളാ അല്ല, അന്തിമ തീരുമാനമായിക്കോളണമെന്നില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യംഹുല്ലാഹു മാ യശാ, ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത് ചിലതൊക്കെ മായ്ച്ചു കളയും, വയുസ്ബിത്, ആ സ്ഥാനത്ത് മറ്റ് ചിലത് എഴുതി ചേർക്കും. അപ്പൊ മാറ്റുന്ന അവസ്ഥ ഒരുപക്ഷെ ലൗഹുൽ മഹ്ഫൂദിൽ ഉണ്ടാകും. അത് നോക്കി പറഞ്ഞവര് പലരും കുടുങ്ങാറുണ്ട്, ഔലിയാക്കളെന്നെ കുടുങ്ങാറുണ്ടെന്ന് ഷെർക്കാവി വളരെ കൃത്യമായിട്ടല്ലേ പകരം പറയുന്നത്. ഇവൻ വായിച്ച സോവി തന്നെ ഉണ്ട്, അതെല്ലാരും പറഞ്ഞതാണ്. അപ്പൊ ലൗഹുൽ മഹ്ഫൂദ് അടക്കം മാറ്റി എഴുതാൻ അധികാരമുള്ള നേതാവാണ് ബഹുമാനപ്പെട്ട ശൈഖ് മടവൂർ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി. അതെല്ലാം മാറ്റാൻ അധികാരമുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എവിടെ എത്തി കൂട്ടരെ നിങ്ങള്? നിങ്ങൾക്ക് മാല ചെല്ലാൻ പറ്റുമോ? ഉണർച്ചയിൽ വരാൻ പോകുന്ന ദോഷത്തെ കിനാവിൽ കാണിച്ചു കൊടുത്ത് മാറ്റിയ സംഭവം എന്താന്ന് നിങ്ങൾക്ക് അറിയോ? മൊയ്തീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ഒരു മുരീദ് സിന, വ്യഭിചാരം ഉണർച്ചയിൽ ചെയ്യാനുണ്ട് എന്ന് ലൗഹിൽ എഴുതി വെച്ചതാ. അങ്ങനെ നോക്കിയിട്ട് ഗൗസുൽ പറഞ്ഞു അള്ളാനോട്, അതെന്റെ സ്വന്തം മുരീദാ, ലൗഹിൽ എഴുതിയിട്ടുണ്ട് ഓൻ സിന ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് അത് സ്വപ്നത്തിലാക്കി മാറ്റി എഴുതണം. എഴുതിയില്ലേ? അല്ല എഴുതിയില്ലേ? തർക്കണ്ടങ്ങൾക്ക് മാലയിലില്ലേ അത്? ഇനി അതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഖുതുഫുൽ ആലം എഴുതിയ മജീദ് മുസ്ലിയാരില്ലേ, അദ്ദേഹത്തിനൊരു ഗ്രന്ഥമുണ്ട്, ലൗഹുൽ മഹ്ഫൂദിലുള്ളത് മാറ്റാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തിൽ മർക്കസിൽ നിന്ന് മജീദ് മുസ്ലിയാർ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതെങ്കിലും ഒന്ന് പോയി വായിച്ചു നോക്കണോ. ഞങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് നിങ്ങളിപ്പോൾ എവിടെ എത്തിയത്? വെറുതെ